ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എലത്തൂർ മണ്ഡലത്തിലെ റോഡ് പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ അടിക്കടിയുള്ള ഉത്തരവുകൾ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയാസത്തിലാക്കുകയാണെന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവെന്ന നിലയിൽ പി തങ്കച്ചന്റെ വിയോഗം തീരാനഷ്ടമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി MLA. യുദ്ധവും കലഹവും നിറഞ്ഞ കാലഘട്ടത്തിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ ഒരുമയുടെ സന്ദേശം പകരുന്നുവെന്ന് സാമൂതിരി രാജ പി കെ കേരളവർമ്മ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. UDFന്റെ നയവിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന സദസ്സ്, അയ്യപ്പ സംഗമം എന്നീ വിഷയങ്ങളിൽ UDF നയവിശദീകരണ കൺവെൻഷൻ നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയവാദികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കുകയാണ് CPM എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. BJPയും വർഗീയവാദികളും പണിയില്ലാതെ ഇരിക്കുമ്പോൾ അവർക്ക് അവസരം നൽകുകയാണ് CPM. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന വികസന സദസ്സ് UDF ബഹിഷ്കരിക്കുമെന്നും സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ ഈ സർക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ തീർത്ഥാടകർ എത്തുന്ന സംസ്ഥാനം, ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ ഏറ്റവും കൂടുതൽ വിവാദ കേന്ദ്രമാക്കി മാറ്റിയതാണ് ഈ സർക്കാരാണ്, ഗവൺമെന്റ് സർക്കാർ. CPMന്റെ നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ആചാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായപ്പോൾ UDF മന്ത്രിസഭ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു, സത്യവാങ്മൂലം. ആചാരങ്ങൾ തുടരേണ്ടതാണ്, ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ജനങ്ങൾ സർക്കാരിനെതിരാണെന്നും ഇനി UDF നന്നായി പ്രവർത്തിച്ചാൽ മതിയെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പരിപാടിയിൽ UDF ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് MP മാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ, DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ, നേതാക്കളായ കെ ജയന്ത്, KC അബു തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂർ മണ്ഡലത്തിലെ റോഡ് പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന എലത്തൂർ മണ്ഡലത്തിലെ റോഡ് പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി, MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കുന്ന പദ്ധതികൾ, MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ, മറ്റ് വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള റോഡ് പദ്ധതികൾ എന്നിവയുടെ പുരോഗതികളാണ് യോഗം വിലയിരുത്തിയത്. പുതിയ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും സെപ്റ്റംബർ 30-നകം പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി.
യോഗത്തിൽ എലത്തൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ അടിക്കടിയുള്ള ഉത്തരവുകൾ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയാസത്തിലാക്കുകയാണെന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREGW നേതൃത്വത്തിൽ സെപ്റ്റംബർ 16-ന് മാർച്ചും ധർണയും നടത്തുമെന്നും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇത് ഏത് തരത്തിലും ഇല്ലായ്മ ചെയ്യാൻ എന്താണ് വഴി എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണം, ഓരോ വർഷവും ബഡ്ജറ്റ് തുക വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുക. ആ വെട്ടിക്കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിൽ ദിനങ്ങൾ വലിയ തോതിലാണ് തൊഴിലാളികൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് വർക്ക് നിർത്തിയത് മൂലം തൊഴിലാളികൾക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായകരമായ രീതിയിൽ വാട്ടർ ഷെഡ് പ്രൊജക്ട് തയ്യാറാക്കുക, സാങ്കേതികതയുടെ അതിപ്രസരം ഒഴിവാക്കി യുക്തധാര പോർട്ടൽ സുതാര്യമാക്കുക, കുടിശ്ശിക ഇല്ലാതെ യഥാസമയം കൂലി നൽകാൻ നടപടികൾ സ്വീകരിക്കുക, NMMS വഴി ഫോട്ടോ അയക്കുന്നതുൾപ്പെടെ മേറ്റുമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടക്കുന്നത്. സെപ്റ്റംബർ 16-ന് ജില്ലയിലെ ഏരിയ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലുമാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K. ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി P. ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവെന്ന നിലയിൽ PP തങ്കച്ചന്റെ വിയോഗം തീരാ നഷ്ടമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സ്പീക്കറായും മന്ത്രിയായും UDF നേതൃനിരയിലും വിശ്വാസ്യതയോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നിയമസഭയിൽ തന്നെ ദീർഘകാലം ഞങ്ങളുടെയൊക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒക്കെ വലിയ ഒരു നിലവാരത്തിൽ വലിയ ബഹുമാനത്തോടു കൂടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ തങ്കച്ചൻ. ഒക്കെ ഏറെ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു നേതാവായിരുന്നു. സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിലും UDFന്റെ കൺവീനർ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ഈ തങ്കച്ചന്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവിൽ ഉള്ള നഷ്ടമാണ്, സമൂഹത്തിനുള്ള നഷ്ടമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ ദുഃഖം അറിയിക്കാൻ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേഴ്സ് ചെയ്യാൻ ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. യുദ്ധവും കലഹവും നിറഞ്ഞ കാലഘട്ടത്തിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ ഒരുമയുടെ സന്ദേശം പകരുന്നുവെന്ന് സാമൂതിരി രാജ PK കേരളവർമ്മ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണിയുടെ ഓണാഘോഷ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണിയുടെ ആഭിമുഖ്യത്തിൽ ഓണം ആഘോഷിച്ചു. സാമൂതിരി രാജ PK കേരളവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ കാർഷികാധിഷ്ഠിത ഉത്സവമായ ഓണം എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നുവെന്ന പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് റിലിജൻ ഇല്ല, പൊളിറ്റിക്സ് ഇല്ല, ഒന്നുമില്ല. അത് ഒരു കാർഷിക സമുദായത്തെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. അത് ഒരു മതത്തിനും ഒരു സെക്ടറിനും ഇല്ലാതെ തന്നെ അത് നമ്മൾ ആഘോഷിച്ചു പോകുന്നു. അത് നന്നായി കൊണ്ടുപോകുന്നു. അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സഹവർത്തിത്വവും മാനവ സൗഹൃദവും തോളോട് തോൾ ചേരുന്ന ആശയമാണ് ഓണത്തിൻ്റെതെന്നും ആരൊക്കെ ചവിട്ടിത്താഴ്ത്തിയാലും മാനവ ഹൃദയം നന്മയുടെ വെളിച്ചം കാണുമെന്നും ഓണ സന്ദേശം നൽകിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ആലങ്ങാട്, പറവൂർ താലൂക്കുകൾ വിദേശ ശക്തികളുടെ സഹായത്തോടെ സാമൂതിരിയുമായിട്ടൊരു യുദ്ധം ഉണ്ടായ സമയത്ത് തെക്ക് നിന്ന് പത്മനാഭദാസനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ സഹായിച്ച കൊച്ചി രാജാവിനെ ചില സഹായങ്ങൾ ചെയ്ത് സാമൂതിരിയെ കെട്ടുകെട്ടിച്ചതിൻ്റെ ഉപകാരസ്മരണയായിട്ട് കൊച്ചി രാജാവ് തൻ്റെ അധീനതയിലായിരുന്ന 2 പ്രദേശങ്ങൾ തിരുവിതാംകൂറിന് സമ്മാനമായിട്ട് കൊടുത്തു. അതാണ് ആലങ്ങാട്, പറവൂർ പ്രദേശങ്ങൾ. അങ്ങനെ അതുവരെ കൊച്ചി രാജാവിൻ്റെ കീഴിൽ ആയിരുന്ന ഞങ്ങളുടെ കുടുംബമൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രജകളായി മാറി. അപ്പോൾ കുട്ടിക്കാലത്ത് സാമൂതിരി രാജാവ് ഞങ്ങൾക്കൊരു ശത്രു രാജ്യമായിട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പിന്നെ ഇവിടെ കോഴിക്കോട്ടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്ന് ചേർന്നപ്പോഴാണ് ഇവർക്ക് പാവം മനുഷ്യരാണ് എന്ന് മനസ്സിലായത്. കലയുടെയും സാഹിത്യത്തിന്റെയും നാടായ കോഴിക്കോട് മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യമാണ് എക്കാലവും ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മിഷ് പ്രസിഡന്റ് PV ചന്ദ്രൻ പറഞ്ഞു. അളകാപുരിയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി PK അഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ K മൊയ്തു, കോർഡിനേറ്റർ മുസ്തഫ മുഹമ്മദ്, ട്രഷറർ C ചാക്കുണ്ണി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരാകേണ്ട പോലീസ് സേനയെ ഇടതു സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് DCC ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ബേപ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദിനേശ്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി അതിക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനമൊട്ടാകെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് ബേപ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരാകേണ്ടുന്ന പോലീസ് സേനയെ ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുള്ള രാഷ്ട്രീയ ഉൽപ്പന്നമായി പിണറായി സർക്കാർ മാറ്റിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സമൂഹത്തിനാകെ അപമാനമായി മാറിയ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനമെന്ന് ദിനേശ് പെരുമണ്ണ പറഞ്ഞു. CCTV ക്യാമറ ഇല്ലാത്ത മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി മറച്ചുവെക്കുന്ന ഭാഗങ്ങളിലടക്കം ക്രൂരമായി മർദ്ദിച്ച് ഈ തമ്മാടികൾ നടത്തിയ അതിക്രമങ്ങൾ പ്രിയപ്പെട്ടവരെ ലോകം കണ്ടു ഞെട്ടുകയാണ്. കേരളത്തിലെ പോലീസ് ഇത്രമാത്രം തമ്മാടികളായ പോലീസ്, ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾക്ക് പിറകിൽ നിൽക്കുന്ന കാക്കി ധരിച്ച പോലീസുകാർ, കേരളത്തിലെ പോലീസ് സേനകൾ, ആ പോലീസ് സേനയെ കുറിച്ച് ഏറെ അഭിമാനിക്കുന്നവരായിരുന്നു ഞങ്ങൾ. എല്ലാ പോലീസുകാരും മോശക്കാരാണെന്ന് പറയില്ല. പ്രതിഷേധ സദസ്സിൽ മണ്ഡലം പ്രസിഡന്റ് EM ഷെറി അധ്യക്ഷത വഹിച്ചു. DCC പ്രവർത്തക സമിതി അംഗം TK അബ്ദുൽ ഗഫൂർ, ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, CS അസീസ്, KK സുരേഷ്, മുരളി ബേപ്പൂർ, T രാജലക്ഷ്മി, AM അനിൽകുമാർ, V ജയപ്രകാശ്, രാജേഷ് അച്ചാറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നിയമനാംഗീകാരം കിട്ടാത്ത 100 കണക്കിന് അധ്യാപകരും കുടുംബാംഗങ്ങളും ആത്മഹത്യയുടെ വക്കിലാണെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. ഇവർക്ക് ഉടൻ നിയമനാംഗീകാരം നൽകണമെന്നും അല്ലെങ്കിൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും KPSMA ആവശ്യപ്പെട്ടു. എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന നിയമനാംഗീകാരം കിട്ടാത്ത അധ്യാപകരുടെ കുടുംബങ്ങളും അധ്യാപകരും ആത്മഹത്യാ ഭീഷണി നേരിടുകയാണ്. നിയമനാംഗീകാരം നൽകി അവർക്ക് ശമ്പളം കിട്ടണം എന്നുള്ളത് എത്രയോ കാലമായി ഗവൺമെന്റിന് മുമ്പിൽ പറഞ്ഞു തുടങ്ങിയിട്ട് കഴിഞ്ഞ മാസം ഒരു അധ്യാപികയുടെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി. തുടർന്ന് ആ കുടുംബത്തിന് അല്പം ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തു. ഒറ്റപ്പെട്ട സംഭവം. പക്ഷേ മൊത്തത്തിലുള്ള വിഷയത്തിൽ ഗവൺമെന്റ് ഒരു നിലപാടും ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവര് PWD വാടക നിരക്കില് എയ്ഡഡ് സ്കൂളുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ സർവ്വനാശോധന ചെയ്യും. ഞങ്ങൾ ഒന്നങ്ങോട്ട് റിലീസ് ചെയ്തെന്നാൽ മതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in nothing flavors. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എഞ്ചിനീയേഴ്സ് ഡേയോടനുബന്ധിച്ച് സെപ്റ്റംബർ 15-ന് മുതിർന്ന എഞ്ചിനീയർമാരെ ആദരിക്കുന്നു. എഞ്ചിനീയർ TPM സാഹിർ, എഞ്ചിനീയർ സതീഷ് എന്നിവരെയാണ് ആദരിക്കുന്നത്. നമ്മുടെ പ്രമുഖരായ 2 സീനിയർ വ്യക്തിത്വങ്ങളെയാണ് സിവിൽ എഞ്ചിനീയേഴ്സിനെയാണ് ആദ്യം ആദരിക്കുന്നത്. സാധാരണക്കാർക്ക് എഞ്ചിനീയറിംഗ് പ്ലാന് സബ്മിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ സഹായിട്ട് ഒരു 8 സെല്ലും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 5ഓളം വീടുകൾ ഞങ്ങൾ ഓരോ വർഷം ഒരു വീട് ടെക്നിക്കലായിട്ട് ഫോൾട്ടുള്ള വീടുകൾ ഞങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് മണ്ണിൽ താഴ്ന്നതൊക്കെ ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു സംഘടനയാണ് ഗ്രേസ് എന്ന സാധനം. സെപ്റ്റംബർ 15-ന് കോഴിക്കോട് KPM ട്രൈപ്പന്റയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് നൂതന ആശയങ്ങൾ കൊണ്ടുവന്ന എഞ്ചിനീയർ ജീഷ് വെൺമരത്ത്, ഷാജി കൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. പരിപാടിയോടനുബന്ധിച്ച് NITയിലെ പ്രൊഫസർ എഞ്ചിനീയർ ഫിറോസ് കാലാവസ്ഥാ വ്യതിയാനവും എഞ്ചിനീയറിംഗ് പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു സംഘടനയാണ് ഗ്രേസ് എന്ന സാധനം. അപ്പം ഇപ്രാവശ്യത്തെ മീറ്റിങ്ങിൽ കാലാവസ്ഥാ വ്യതിയാനം ബിൽഡിങ്ങുകൾക്ക് വലിയൊരു വ്യത്യാസങ്ങൾ, കേരളത്തിലൊക്കെ ചൂട് കൂടുക. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ പരിഹാരങ്ങളും NIT അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊഫസർ നാളെ ക്ലാസ് എടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെപ്റ്റംബർ 27-ന് കോഴിക്കോട് മുതലക്കുളത്ത് ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ സമ്മേളനം നടത്തുമെന്ന് സംഘാടക സമിതി. തിരുവനന്തപുരം പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ഉദ്ഘാടനം ചെയ്യും.
ഫാസിസ്റ്റ് ശക്തികളെ തടയാനും അവർക്കെതിരെ ഏകീകൃത പ്രതിരോധം കെട്ടിപ്പടുക്കാനുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നുകൊണ്ട് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ന് വളരെ കൃത്യമായി കോർപ്പറേറ്റ് ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് RSS സംഘപരിവാർ. 100,000 സംഘടനകളിലൂടെ ഇന്ത്യയുടെ സമസ്ത മണ്ഡലങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അത് നടപ്പായിക്കൊണ്ടിരിക്കുന്ന അങ്ങേറ്റം ജനവിരുദ്ധമായ ഫാസിസ്റ്റ് നടപടികൾ 150 കോടിയോളം വരുന്ന രാജ്യത്തിലെ ജനങ്ങളെ അതിഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എലത്തൂർ മണ്ഡലത്തിലെ റോഡ് പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ അടിക്കടിയുള്ള ഉത്തരവുകൾ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയാസത്തിലാക്കുകയാണെന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവെന്ന നിലയിൽ പി തങ്കച്ചന്റെ വിയോഗം തീരാനഷ്ടമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. യുദ്ധവും കലഹവും നിറഞ്ഞ കാലഘട്ടത്തിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ ഒരുമയുടെ സന്ദേശം പകരുന്നുവെന്ന് സാമൂതിരി രാജ PK കേരളവർമ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.